ഗുഡ്വിൻ ഗോൾഡൻ വോയ്സിൽ മത്സരാർത്ഥികളുടെ ഇഷ്ടഗാനങ്ങൾക്ക് വേദിയൊരുക്കുകയാണ് യുവർ ചോയ്സ് റൗണ്ട്. നമസ്കാരം. മുംബൈ മലയാളി ഗായകരുടെ ഈണങ്ങൾ ആസ്വദിക്കാനായി കാത്തിരിക്കുന്ന ഓരോ പ്രേക്ഷകരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ടു അംചി മുംബൈ കാ അപ്നാ റിയാലിറ്റി ഷോ ഗുഡ്വിൻ ഗോൾഡൻ വോയ്സ് 2016. യോർ ചോയ്സ് റൗണ്ടിൽ കഥകളി പാട്ട് ഇതിനു മുമ്പ് പാടി നമ്മൾ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഇതുവരെയുള്ള ഒരു സ്ട്രോങ് കണ്ടന്റർ തന്നെയാണ് ഉത്തര സ്വയംവരം കഥകളി കാണുവാനായി ഇത് അവിടെ എത്തുന്നു രാഹുൽ മുരളീധരൻ. രാഹുൽ, കഥകളി പദങ്ങൾ ഇതിനു മുമ്പേ ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ട്രെയിലർ മാതിരി പാടി കേൾപ്പിച്ചു. ഇതുവരെ ഉള്ള കണ്ടസ്റ്റൻസിൽ ഒരു സ്ട്രോങ് കണ്ടന്റർ തന്നെയാണ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഉത്തര സ്വയംവരം പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി രാഹുലിന്റെ ഒരു സ്ട്രോങ് പോയിന്റ് തന്നെ ആയിരിക്കും അല്ലേ, കംഫർട്ടബിളി പാടാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും നെർവസ് ഒന്നും ആവാതെ വളരെ കോൺഫിഡന്റ്ലി എപ്പോഴും പാടുന്ന പോലെ തന്നെ ഇന്നും പാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയൊടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു, ഞാൻ പോയിരുന്നു. ഇറയും എൻ തമ്പി നൽകും ശൃംഗാര പദലഹരി, ഇറയും എൻ തമ്പി നൽകും ശൃംഗാര പദലഹരി ഇരു സ്വപ്നവേദികളിൽ അലിഞ്ഞു ചേർന്നു. കരളിലെ കളിതട്ടിലറുപതു തിരികിട്ട കഥകളി വിളക്കുകൾ ഇരിഞ്ഞു നിന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. മാളൂർ സൈരന്തിയായി മാങ്കുളം ബൃഹന്തളയാളൂർ സൈരന്തിയായി മാങ്കുളം ബൃഹന്തളയായി ഹരിപ്പാട്ടു രാമകൃഷ്ണൻ വലലനായി ദുര്യോധന വേഷമിട്ടു ഗുരു ചെങ്ങന്നൂരു വന്നു. വാരണാസി തൻ ചെണ്ട ഉണർന്നുയർന്നു. ആയിരം സങ്കൽപ്പങ്ങൾ തേരുകൾ തീർത്തരാവിൽ അർജുനനായി ഞാൻ അവളുത്തരയായി. ആയിരം സങ്കൽപ്പങ്ങൾ തേരുകൾ തീർത്തരാവിലുനായി ഞാൻ അവളുത്തരയായി. അതു കഴിഞ്ഞാട്ടവിളക്കണഞ്ഞു പോയി. എത്ര എത്ര അജ്ഞാതവാസമിന്നു തുടരുന്നു ഞാൻ. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയൊടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു, ഞാൻ
രാഹുൽ രാഹുൽ മുരളീധരൻ എന്ന് പേര് വിളിച്ചാൽ തന്നെ എല്ലാവരും ഇങ്ങനെ ഹൈ എക്സ്പെക്ടേഷൻസിലാണ് അല്ലേ? അപ്പൊ ഇന്ന് എങ്ങനെ പാടിയെന്ന് തോന്നുന്നു രാഹുലിനെ? ആവറേജ് ആയിരുന്നോ? ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് നിന്ന് അറിയാം. അതെന്താ ആവറേജ് ആയി പോവാൻ കാരണം? അറിയില്ല, ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നു. ആണോ? ഓക്കെ, ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം ദി ജഡ്ജസ്. ശ്രീകുമാർ സർ. നിധി നല്ലൊരു ജഡ്ജാ. കൃത്യം കാര്യങ്ങൾ വളച്ചുകൊണ്ട് അവിടെ കൊണ്ട് എത്തിക്കും. സർ, ഈ റിയാലിറ്റി ഷോ ഞങ്ങൾ കുറച്ച് കരഞ്ഞതാണ്, അതുകൊണ്ടാണ്. കുറച്ച് ഹിന്ദി കരഞ്ഞു, കുറച്ച് മലയാളത്തിൽ കരഞ്ഞു. ഒരു ഹിന്റ് അവിടെ കൊടുക്കും എങ്ങനെയാണ് പാടിയത്. ഞങ്ങള് ഇതില് എനിക്കൊന്ന് ഇവിടെ വന്ന് നിന്നപ്പോൾ ഉള്ള കൈയടി കേട്ടപ്പോഴത്തേക്ക് രാഹുൽ ഒന്ന് പരിഭ്രമിച്ചോ എനിക്കറിയില്ല. എക്സ്പെക്ടേഷൻ വലിയ ഭാരമായി മാറി അല്ലേ? അതൊരു പ്രശ്നമാണ്. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. തുടക്കം പാടിക്ക്. ഉത്തരാ സ്വയംവരം. സംഗതി എണ്ണങ്ങളൊക്കെ കറക്റ്റായി, പക്ഷെ അതിനകത്തൊരു ഫീല്, അതാണ് ടോട്ടൽ. ഒരു ചെറിയൊരു കുറവുണ്ടായിരുന്നു. എണ്ണങ്ങളൊക്കെ കറക്റ്റായി, അതാണ് ഇവിടെ സംഭവിച്ചത്. എല്ലാം ഭംഗിയായിട്ട് പാടി, പക്ഷെ ഒരു സാധനം അത് ചാലിക്കാൻ വിട്ടുപോയി എന്നുള്ളതാണ്. അതർവൈസ് മ്യൂസിക്കലി ഇറ്റ് ഈസ് വെരി ഗുഡ്. അതെന്താണെന്ന് നമുക്കേ അറിയാവുള്ളൂ, സംഗീതക്കാർക്കേ അറിയാവുള്ളൂ എന്താണ് സംഭവിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പ്രീത മാം. അത് തന്നെ പറയാനുള്ളൂ. ഡീറ്റെയിൽസ് ഒക്കെ ടച്ച് ചെയ്തു, പാടാനും വേണ്ടി പാടിയ പോലെ. കുറച്ച് നെർവസ് ആയിരുന്നു എന്ന് ഞങ്ങൾ അവസാനം തമ്മിൽ സംസാരിക്കുകയായിരുന്നു. നമ്മുടെ എക്സ്പെക്ടേഷനും കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പം അത്ര ലെവലിലേക്ക് എത്തിയില്ല. ഫീലിൻ്റെ ഒരു പ്രോബ്ലം. ഈ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഴിക കല്ലുകളാണ് മറ്റേ മലയാള സിനിമാ ഗാനങ്ങളിലെ. അപ്പം നമ്മൾ അതുമായിട്ട് അറിയാതെ കമ്പയർ ചെയ്ത് പോകും. അപ്പോൾ എന്നാലും രാഹുലിന് കുറെ കൂടി ബെറ്റർ ആക്കാം. ഓക്കെ, താങ്ക് യു മാം. രാഹുൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെർവസ് ആവരുത് എന്ന്, അല്ലേ? ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. എന്തായാലും ഹാപ്പൻസ്, എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല. ചിലപ്പോ ഒക്കെ ഉഴപ്പാൻ രാഹുലിനും അധികാരമുണ്ട്. പക്ഷെ എന്നാലും ഫിനാലെ അടുത്തെത്തുന്ന സമയത്ത് അത് വേണ്ട എന്ന് മാത്രം. എന്തായാലും ഈ ഒരു പെർഫോമൻസിന് എത്ര മാർക്സ് എന്ന് നമുക്കറിയാം. ശ്രീകുമാർ സർ. 85. Thank you so much. താങ്ക് യു സർ. പ്രീത മാം. 87. Thank you sir. താങ്ക് യു മാം. ജഡ്ജസ് ഇത്ര വഴക്ക് പറഞ്ഞുവെങ്കിലും മാർക്സ് നല്ല തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി ഇങ്ങനെ ഒരു സന്ദർഭം ഈ വേദിയിൽ വരാതിരിക്കട്ടെ. എപ്പോഴും കോൺഫിഡന്റ്ലി പാടിയിരുന്ന പോലെ തന്നെ ഇനി മുന്നോട്ട് പാടുക. ഓക്കെ രാഹുൽ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Thank you. കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ വസിക്കുന്ന മുംബൈ കേരളത്തിന്റെ ഒരു ചെറിയ പതിപ്പാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കലാ സാംസ്കാരിക രംഗം എന്നും സജീവമാണ്. എഴുത്തുകാർക്ക് പഞ്ഞമില്ലാത്ത മുംബൈ നഗരിയിൽ വേറിട്ട വഴിയിലൂടെ തന്റെ കലാ സാഹിത്യ സമരം നടത്തുന്ന വ്യക്തിത്വമാണ് ഡിംപിൾ ഗിരീഷ്. കുടുംബജീവിതത്തിന്റെ സ്നേഹവും സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എഴുത്തും വായനയും നൃത്തവുമായി മുംബൈ കലാ സാഹിത്യ രംഗത്ത് നിറസാന്നിധ്യമായ ഡിംപിൾ മനസ്സ് തുറക്കുന്നു. ഡിംപിൾ ഗിരീഷിന് നൃത്തം ഒരു തപസ്യയാണ്. കഴിഞ്ഞ 19 വർഷമായി മുംബൈയിലെ താനയിൽ സ്ഥിരതാമസം. ബിസിനസ് രംഗത്ത് സജീവമായ ഭർത്താവ് ഗിരീഷ് കുമാറും 2 ആൺകുട്ടികളും അടങ്ങുന്ന കുടുംബം. എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത്. ഇത് മൂത്തയാൾ ഗോകുൽ കൃഷ്ണൻ, ചെറിയ ആള് യദുകൃഷ്ണൻ. അവൻ 7th സ്റ്റാൻഡേർഡിലാണ്. ഇവൻ മൂന്നാർ കാറ്ററിംഗ് കോളേജിലെ ഹോട്ടൽ മാനേജ്മെന്റ് ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വെക്കേഷന് വന്നതാണ്. കുട്ടിക്കാലത്തെ നൃത്തത്തോടുള്ള സമീപനം ചെറുപ്രായത്തിലെ തമാശയും അമ്മയുടെ നിർബന്ധവുമായിരുന്നു.
അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കലയോടൊക്കെ. അങ്ങനെയാണ് എന്നെ ഡാൻസ് ക്ലാസ്സിൽ ചേർക്കുന്നത്. പക്ഷെ അന്നൊക്കെ ഭയങ്കര ഈ നൃത്തം പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. ബാക്കി കുട്ടികളൊക്കെ ഓടിക്കളിക്കുമ്പോൾ എന്നെ പിടിച്ച് താഴ്ത്തി നിർത്തുക, അന്ന് താഴ്ന്ന് നിൽക്കാന്ന് പറയാം, അരമണ്ഡലത്തിന് നിർത്തുക എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഭയങ്കര ദേഷ്യമായിരുന്നു ഡാൻസ് പഠിക്കുക എന്ന് പറയുന്നത്. നിർബന്ധിച്ചാണ് അത് പഠിച്ചു തുടങ്ങിയത്. 9 വയസ്സിലടുത്തുള്ള അമ്പലത്തിൽ അരങ്ങേറ്റമൊക്കെ നടത്തുമ്പോൾ പോലും അത്ര ഒരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ഡാൻസിനോട്. കലാമണ്ഡലം സുമതിക്കുട്ടിയാണ് ആദ്യ ഗുരു. അധ്യാപകരുടെയും കൂട്ടുകാരുടെയും പിന്തുണ കൊണ്ട് നൃത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കുവാൻ താല്പര്യം കൂടി. 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. 7-8 ഒക്കെ ആയപ്പോഴേക്ക് പിന്നെ സമ്മാനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ കുട്ടികളും ടീച്ചേഴ്സൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇപ്പോൾ ഒരു നമ്മൾ യുവജനോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുകയും സമ്മാനങ്ങളൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യുമ്പം കൂടുതൽ ആൾക്കാർക്കൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ഇഷ്ടം ഡാൻസിനോട് തോന്നി. അങ്ങനെയാണ് പിന്നെ ഡാൻസ് പഠിക്കണമെന്ന് തോന്നലുണ്ടാകുന്നത്. നൃത്തം മനസ്സിൽ ഒരു ഹരമായി നിലനിൽക്കുമ്പോഴും പഠനകാലം അവസാനിച്ചതോടെ നൃത്ത പഠനവും ഉപേക്ഷിക്കുകയായിരുന്നു. ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ എന്താ പറയുക, പരീക്ഷയൊക്കെ എടുക്കുന്ന സമയത്ത് ഉള്ള ആ ഒരു ഉദക കാരണം അവിടെ വെച്ച് അതങ്ങ് സ്റ്റോപ്പായി. യുവജനോത്സവങ്ങളിൽ വാരിക്കൂട്ടിയ സമ്മാനങ്ങളൊന്നും ചിലങ്ക അഴിച്ചുവെക്കാതിരിക്കാൻ പ്രചോദനമായില്ല. പിന്നീട് വിവാഹശേഷം മുംബൈയിൽ എത്തിയതോടെയാണ് വീണ്ടും അരങ്ങിലെത്തുന്നത്. പിന്നീട് ഒരിക്കലും ഡാൻസ് പഠിക്കണമെന്നൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. പിന്നെ എപ്പോഴും ടി വിയിലൊക്കെ ഇങ്ങനെ ചിലങ്കയുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആവേശം ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ മോനായി 2ാമത്തെ കുട്ടി ആയതിനു ശേഷം വീട്ടിൽ ബോറടിക്കുന്നു തോന്നിയപ്പോഴാണ് ഞാൻ ഗിരീഷിനോട് പറയുന്നത് എനിക്ക് ഡാൻസ് പഠിക്കണം. നീ പഠിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ അടുത്തൊരു കലാമണ്ഡലം കൃഷ്ണകുമാരി ടീച്ചറുണ്ടായിരുന്നു അന്ന് ഇവിടെ. ആ ടീച്ചറിൻ്റെ അടുത്ത് പോയി ടീച്ചർ വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ 10 വർഷം മുമ്പ് ഭരതനാട്യവും മോഹിനിയാട്ടവും വീണ്ടും പഠിച്ചു തുടങ്ങി. മുള്ളുണ്ട് കാളിദാസ നാട്യമന്ദിറിൽ വീണ്ടും അരങ്ങേറ്റം കുറിക്കുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മോഹിനിയാട്ടത്തിലായിരുന്നു. കാളിദാസ നാട്യ മന്ദിറിൽ വെച്ചിട്ട് മുള്ളുണ്ടിൽ അവിടെ വെച്ച് വീണ്ടും ഒരു അരങ്ങേറ്റം ഉണ്ടായി. അതിനുശേഷവും ഏകദേശം ടീച്ചർ ഇവിടെ നിന്ന് അങ്ങ് പോയി. ഒരു 2 വർഷം എന്തോ കഴിഞ്ഞപ്പോൾ ടീച്ചർ പോയി. വീണ്ടും അതിനോടൊരു ഇഷ്ടങ്ങളൊക്കെ കുറഞ്ഞു. ഇഷ്ടം കുറഞ്ഞല്ല, ടീച്ചേഴ്സിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ആ ഒരു അതങ്ങ് വിട്ടു. വീണ്ടും 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും തോന്നി. പിന്നെ ഞാൻ തനിയെ ട്രൈ ചെയ്യാൻ തുടങ്ങി കുറച്ച് ഡാൻസൊക്കെ. കേരളത്തിലും മുംബൈയിലുമായി ഇതിനകം നിരവധി സ്റ്റേജുകൾ. കഥകളി കലാകാരിയായ താരാവർമ്മയുടെ സ്റ്റേജ് ഇന്ത്യയുമായി ചേർന്നൊരുക്കിയ ഫ്യൂഷൻ ഡാൻസുകളും ഈ കലയിലെ ആത്മവിശ്വാസം കൂട്ടി. താരശേഷിയുടെ സ്റ്റേജ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോഗ്രാംസ് അവരോടൊപ്പം ചെയ്യാൻ പറ്റി. അതൊരു വലിയ കോൺഫിഡൻസ് തന്നു. പല വേഷങ്ങൾ, ക്ലാസിക്കൽ മാത്രമല്ല, അതിനകത്ത് നാടോടി നൃത്തം, മീൻസ് കുറത്തി വേഷം, പിന്നെ പല വേഷങ്ങൾ, അഭിനയം ഒക്കെ ചെയ്ത്. എനിക്ക് പറ്റിയത് മോഹിനിയാട്ടമാണെന്ന് തോന്നി. പിന്നെ ആ മോഹിനിയാട്ടത്തിൻ്റെ കൈശിക വൃത്തിയിലുള്ള ഇഷ്ടം, ലാസ്യപ്രധാനമായിട്ടുള്ള ആ ഒരു ഇതിനോടുള്ള ഇഷ്ടമൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ മോഹിനിയാട്ടത്തിലോട്ട് പൂർണ്ണമായിട്ട് ശ്രദ്ധ തിരിച്ചു. മുംബൈയിലെ കലാസാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമാണ് ഡിംപിൾ ഗിരീഷ്. നൃത്തം കൂടാതെ സമകാലിക വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൂടെ നടത്തുന്ന പ്രതികരണങ്ങൾ പലപ്പോഴും വലിയ ചർച്ചയ്ക്ക് വഴി തുറക്കാറുണ്ട്. ചുറ്റിനും കാണുന്ന അല്ലെങ്കിൽ ദിവസവും കാണുന്ന TV ന്യൂസുകൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്ന ചിലതിനെതിരെ അപ്പോൾ തോന്നുന്ന എന്തെങ്കിലും കുറിച്ച് വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കൂടെ ഉള്ളവർ, അതായത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ലെജൻഡായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം
അവരെ പേടിയാണ് ശരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും എഴുതുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് കഴിവ് പോലെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാൻ ശ്രമിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. നൃത്തവും വായനയും എഴുത്തുമായി സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്ന ഡിംപിൾ ഈ മേഖലകളിലെ വളർച്ചയ്ക്ക് മുംബൈ എന്ന നഗരത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഇവിടെ കലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ആ ഒരു ഗൃഹാതുരത്വം ഫീൽ ചെയ്യുന്നത് കൊണ്ടാവണം ഓണാഘോഷ പരിപാടികളാണെങ്കിലും വാർഷികാഘോഷ പരിപാടികളാണെങ്കിലും ഒക്കെ ഒരുപാട് നല്ല രീതിയിൽ നടത്താറുണ്ട്. അതായത് ഇപ്പം നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട് 365 ദിവസവും ഓണാഘോഷം നടക്കാറുണ്ട് മുംബൈയിലെന്ന് നമ്മൾ പറയാറുണ്ട്. മുംബൈയിൽ ട്രെയിൻ യാത്രക്കിടയിൽ മലയാളി യുവാവിന് അപകടം. സുമനസുകളുടെ സഹായം തേടി നിർധന കുടുംബം. ജോലി ലഭിച്ച് ഓഫീസിലേക്കുള്ള ആദ്യ യാത്രയിലായിരുന്നു കുടുംബത്തിലെ ഏക അത്താണിയായ ബിബിനെ ദുരന്തം വേട്ടയാടിയത്. മുംബൈയിലെ തിരക്ക് പിടിച്ച സബർബൻ ട്രെയിൻ യാത്രയുടെ മറ്റൊരു ബലിയാടാണ് 23 വയസ്സ് പ്രായമുള്ള ബിബിൻ ഡേവിഡ്. ഓഫീസിലേക്കുള്ള ആദ്യ യാത്രയിലാണ് തിക്കിലും തിരക്കിലും പെട്ട് ട്രെയിനിൽ നിന്നും താഴെ വീണ 2 കാലുകളും നഷ്ടമായത്. ഡോംബിവിലി മോഡൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ബിബിൻ. മുംബൈയിലെ ലോക്കൽ ട്രെയിനുകളിലെ തിരക്കിൽ പൊലിഞ്ഞു പോകുന്നത് നിരവധി ജീവിതങ്ങളാണ്. ക്യാൻസർ ബാധിച്ച് 2 വർഷം മുമ്പ് ഭർത്താവ് മരിച്ച പ്രസന്നയുടെ ഏക പ്രതീക്ഷയായിരുന്നു മൂത്ത മകൻ ബിബിൻ. രണ്ടാമത്തെ മകൻ ബിജോയ് 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സയൺ ആസ്പത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സുമനസുകളുടെ സഹായം തേടുകയാണ് തിരുവനന്തപുരം സ്വദേശിനി പ്രസന്ന. ലോക്കൽ ട്രെയിനിലെ തിരക്കുകൾ നിയന്ത്രിക്കാൻ പ്രായോഗികമായ പ്രതിവിധികൾ തേടുമെന്ന് റെയിൽവേ കമ്മിറ്റി അംഗം ശ്രീകാന്ത് നായർ പറഞ്ഞു. ഈ തിരക്ക് നിയന്ത്രിക്കുവാനായിട്ട് മുംബൈയിലുള്ള കമ്പനികളും ഓഫീസുകളുടെയും ടൈം ക്രമീകരിക്കുവാൻ സമയമാറ്റത്തിന് വേണ്ടിയിട്ടും ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. കമ്പനികൾ കാലുകൾ രണ്ടും നഷ്ടമായെങ്കിലും കുടുംബത്തിലെ ഏക ആശ്രയമായ ഈ മലയാളി യുവാവ് വിധിയെ പഴിച്ചിരിക്കാൻ തയ്യാറല്ല. ആസ്പത്രിയിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഈ അവസ്ഥയിൽ ചെയ്യാൻ കഴിയുന്ന മറ്റെന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കണമെന്ന ദൃഢവിശ്വാസത്തിലാണ് ബിബിൻ. അവനും ഞങ്ങളെ ഉള്ളൂ, ഞങ്ങൾക്കും അവനെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും ജീവിച്ചിരുന്നത്. എനിക്ക് വേറെ ആരുമില്ല ആശ്രയം. അമ്മയെയും അനുജനെയും നോക്കാൻ വേറെ ആരുമില്ലല്ലോ എന്നാണ് ആസ്പത്രി കിടക്കയിൽ പ്രജ്ഞയായിട്ട് കിടക്കുമ്പോഴും ബിബിൻ വേവലാതി കൊള്ളുന്നത്. കപ്പലിൽ ജോലി വാഗ്ദാനം. മലയാളികളടക്കം നിരവധി പേർ വീണ്ടും ചതിക്കുഴിയിൽ. നവി മുംബൈയിലെ CBD ബേലാപൂർ ആസ്ഥാനമായാണ് ഇക്കുറി തട്ടിപ്പ് നടന്നത്. ജോലിയെടുത്ത് ജീവിക്കാനുള്ള സാധാരണക്കാരന്റെ മോഹങ്ങൾക്ക് വിലയിടുന്ന നഗരത്തിലെ ഏജന്റുമാരിൽ പലരും ചുളിവിൽ പൈസയുണ്ടാക്കി തടി തപ്പുന്നവരാണ്. വർഷങ്ങളായി ജോലി തട്ടിപ്പ് കഥകൾ പ്രചാരത്തിലുണ്ടെങ്കിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചതിക്കഥകൾ പോലീസുകാർക്കും ശീലമായി കഴിഞ്ഞു. ബേലാപൂർ സ്റ്റേഷനിൽ വന്ന് കേസ് രജിസ്റ്റർ ചെയ്യാണ് ഉണ്ടായതിപ്പം അതിന് എത്രയും പെട്ടെന്ന് കാർവായി നടത്തുമെന്ന് സീനിയർ ഇൻസ്പെക്ടറായ മാഡം അത് പറഞ്ഞിട്ടുണ്ട്. കപ്പലിൽ ജോലി വാഗ്ദാനം ചെയ്ത CBD ബേലാപൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി മലയാളികളടക്കം നിരവധി പേരെ കബളിപ്പിച്ച് തട്ടിയെടുത്തത് കോടികളാണ്. ഒരാൾ അവൻ അവിടെ നിന്ന് ജോലി ശരിയാക്കും ആൾക്കാർക്ക് വേണ്ടി. ഇവൻ ഇവിടെ നിന്ന് കയറ്റിവിടും. എന്നിട്ട് 6 മാസം തൊട്ട് 9 മാസം വരെ ശമ്പളം തരില്ല. ഞങ്ങൾ പണിയെടുത്ത ശമ്പളം തരണം, ഇല്ല ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഫാമിലി ഇന്ത്യയിലുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്ന് പണിയെടുത്തത്. ഉടനെ ഈ സഞ്ജയ് ശർമ്മയും അവൻ്റെ ബ്രദറും കൂടെ ഗുണ്ടകളെയും പോലീസിനെയും ഇട്ടിട്ട് പറഞ്ഞ് പോലീസുകാരൻ വന്ന് തോക്കെടുത്തിട്ട് പറഞ്ഞ് ജാവോ ഹിന്ദുസ്ഥാൻ മേ അതർവൈസ് ഗോളി മാരക പോലത്തെ ഐസാ ബോളിയ. പിന്നെ ഇവരെ ഒരു റൂമിൽ കൊണ്ടിടുകയും 3 ദിവസം ഭക്ഷണവും വെള്ളം തരാതെ ഞങ്ങളുടെ പറഞ്ഞ് ടോയ്ലറ്റ് വെള്ളം കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ പറഞ്ഞ ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിടാമെങ്കിൽ മാത്രമേ ഭക്ഷണം തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഷിപ്പിംഗ് കമ്പനികൾ ജോലിക്കാരോട് ചെയ്യുന്ന കൊടും ക്രൂരതയ്ക്കെതിരെ CBD പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇവരെല്ലാം. ബേലാപൂർ ആസ്ഥാനമായ MK ഷിപ്പിംഗും ശാന്തി ഷിപ്പിംഗുമാണ് മലയാളികളടക്കമുള്ളവരെ ജോലിക്കു വേണ്ടി ഇറാനിൽ അയക്കുകയും ശമ്പളം പോലും നൽകാതെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തത്. 60,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് കപ്പലിൽ ജോലി വാഗ്ദാനം ചെയ്ത ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഈടാക്കിയിരിക്കുന്നത്. താനെ നായർ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിവാഹാർത്ഥി മേള നടന്നു. താനെ നായർ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിവാഹാർത്ഥി മേള സംഘടിപ്പിച്ചു. മുംബൈയിലെ തിരക്ക് പിടിച്ച ജീവിതശൈലിയിൽ മനസ്സിനിണങ്ങുന്ന മംഗല്യത്തിനായി
മലയാളി സംഘടനകൾ നടത്തിവരുന്ന ഇത്തരം ചടങ്ങുകൾ ശ്രദ്ധേയമാണ്. പ്രസിഡന്റ് ഹരികുമാർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ വാപ്പി, പൻവേൽ, ഖോപ്പൊളി, നാസിക് തുടങ്ങി പല പ്രദേശങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. ഇന്ന് നമ്മുടെ സമുദായത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് സ്വന്തം സമുദായത്തിൽ തന്നെ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്നുള്ളത്. അരവിന്ദൻ നായർ, വിപിൻ കുമാർ എന്നിവർ സംസാരിച്ചു.